എന്റെ അമ്മേ. കൊച്ചു ഡോക്ടർ, വണ്ടി നിർത്ത്. എന്താണോ ആ നിൽക്കുന്നതാണ് ചവിട്ട് ഡോക്ടർ കരിങ്കണ്ണൻ ഓച്ചിറ വേലു. വണ്ടി തിരിച്ചു വിട്ടോ. എന്തൊരു സ്പീഡ്, എന്തൊരു സേഫ്റ്റി. ഇതെന്താണ് ബാറിൽ നിന്ന് വെള്ളം ഒഴിച്ചപ്പോ BP കൂടിയ? ഇത് BP ചിരിയല്ല, ആനന്ദ ചിരിയാ. ബോംബിട്ട് കൊല്ലൂന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തെണ്ടി പയ്യൻ കേട്ടില്ല. തന്റെ കരിങ്കൊണ്ടുകൊണ്ട് അവനെ ഈ നാട്ടിൽ നിന്ന് തുരത്തിയില്ലേ. ഇനി അവൻ ഈ മണ്ണി കാലൂത്തൂല. വാ വാ, എന്നെ പിടിക്കാണ്ട് തുണി തൂണ് മാറിപ്പോയി. ഇതും കൂടി അകത്താക്കിയാല് അവന് ഓടിച്ചതിന്റെ ആഘോഷം തീരും. വാ തുറക്ക്. തുറന്നു. തന്റെ ഈ കാളവാ തുറക്കാനല്ല പറഞ്ഞത്, വാതില് തുറക്കാൻ. വാതില് തുറക്കരുത്. തുറക്കരുതെന്നാ? ഇവന്താ പൗഡറൊക്കെ ഇട്ട് ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് ആണാ? എന്ത് നൈറ്റ് ആയാലും ശരി, അതിനകത്ത് ആളുണ്ട്. അതെന്റെ മുറിയാടാ. രാത്രിയിലുള്ള നിന്റെ ജമയില് കണ്ടപ്പോ എനിക്ക് തോന്നി. അതെ അതെ. ഏത് കാലത്ത് വാഴക്കുഴി പ്രസന്നയോ അതോ റീനയോ? ഏതായാലും ശരി, അതിനകത്ത് ഒരു ശല്യം ഉണ്ടാക്കരുത്. ഇപ്പൊ തനിച്ചായല്ലേ എടാ കണ്ണീർ ചോരയില്ലാത്തവനെ. ഇന്നലെ വരെ ഈ കാര്യത്തിൽ നമ്മൾ 50-50 ആയിരുന്നു. എനിക്ക് കിട്ടിയാ പറ്റും. ഇപ്പൊ കിട്ടിയില്ലേ? ആ കാല് കണ്ട നല്ല ഇളം പൈക്കിടാവിന്റെ പോലത്തെ കാല്. എവിടെ ഒന്ന് കണ്ടോട്ടെ. ഇത് പ്രസന്ന. അയ്യോ അമ്പടി കള്ളി പശു. എടാ പശുല, ശിശുല, ഇത് പശു അല്ലടാ കാളയാ. അപ്പൊ നീ പോയില്ലല്ലേ? എന്റെ മുറിയിൽ എന്റെ ബെഡിൽ പുറപ്പും പിടി നീ സുഖിച്ചേർന്ന് ഉറങ്ങാനല്ലേ? ആരോ നിന്നോട് കൂടെ താമസിപ്പിച്ചത്? ഇപ്പൊ ഈ നിമിഷം ഇവിടെ ഇറങ്ങണം. ഈ നിമിഷം. ചുമ്മാതല്ലോ, കൃത്യമായി വീതം പറഞ്ഞ് വാടക ഉറപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാടകയ്ക്കല്ല, ഈ വീട് വിലക്കെടുക്കാന്ന് പറഞ്ഞാലും ശരിയാണ്. നിന്നെ ഇവിടെ താമസിപ്പിക്കുന്ന പ്രശ്നമില്ല. ഏത് വകുപ്പിൽ? ഈ വീടിന്റെ എഗ്രിമെന്റ് എന്റെ പേരില്ല. ഈ വീട്ടിൽ ആര് താമസിക്കണോ ആര് താമസിക്കുന്ന തീരുമാനിക്കുന്നത് ഞാനാ. ഓസിന് പുറപ്പിക്കുന്നോ പോലെ ഇവിടെ കിടന്ന് ഓട്ടം തുള്ളൽ നടത്തണോ? നിന്നെടാ ഈ നാട്ടിൽ കുത്തിവെപ്പിലൂടെ പശുക്കുട്ടികൾ ഉണ്ടാക്കാൻ ഇറങ്ങുന്ന വൈദ്യനാണല്ലേ? അതെ, നിയമപരമായി വിത്തുകാളകളുമായുള്ള ഇൻസെമിനേഷന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എതിരാണ്. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിലെ ഏതെങ്കിലും ഗോകന്യക താമൂലം അവിഹിത ഗർഭം ധരിച്ചെന്ന് അറിഞ്ഞാ തന്റെ സിറിഞ്ചിയാണ് ഉടച്ചളയും. ഈ ഓച്ചിറ വേലു ആരാണെന്ന് എനിക്കറിയോ? കാണിച്ചതാ. എന്തൊരു കാറ്റ്, എന്തൊരു ഉറപ്പ്. സാറേ, ഇത്ര വെളുപ്പിനെ നമ്മൾ എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. പറയാം. എന്റെ ഇങ്ങോട്ടുള്ള വരവിനും പല ലക്ഷ്യങ്ങളും ഉണ്ട്. അതിന് അത്യാവശ്യമായിട്ട് നമുക്കിപ്പോ ഒരു സ്ഥലം വരെ പോണം. എനിക്ക് കുറച്ചും കൂടി രാവിലെ ഇറങ്ങായിരുന്നു. കുന്നത്തൂർ പഞ്ചായത്തിൽ 9-ാം നമ്പർ വാർഡിൽ CK മൈതിരി, 456 നമ്പർ വോട്ടർ. കിട്ടിയ ഓരം വെച്ച് നോക്കുമ്പോ ഇത് തന്നെയാ വീട്. പക്ഷേ പരിസരത്തൊന്നും ആരും കാണുന്നില്ലല്ലോ. ഹലോ, ഞാൻ ചെത്തിയിറങ്ങ. ഓ, ലോഡ് അയച്ചിട്ടുണ്ട്. കൊണ്ടോട്ടിയുള്ള ലോഡ് അയച്ചിട്ടുണ്ടെന്ന്. അവിടെ പപ്പനാവും കൊണ്ടുവരുമെന്ന്. അയ്യോ സാറുമാരെ പോകല്ലേ, ഞാൻ വരുന്നത്. ഓ, കാര്യം മനസ്സിലായി. ഇവിടെ അടിയും കുത്തും വെട്ടും ബോംബെറും ഒക്കെ ആയതുകൊണ്ട് സാധനം കിട്ടാൻ വലിയ പ്രയാസമാണ്. ഏത് ബ്രാൻഡാ വേണ്ടത്? ബ്രാൻഡോ? പറഞ്ഞാ മതി, ഏത് വേണേലും റെഡിയല്ലേ. ഇവിടേക്ക് തെങ്ങിന്ന് ചെത്തി ഇറക്കുന്ന വിദേശ മദ്യമാണോ? ബാഗി ചരക്ക. ഇവിടെ എക്സൈസുകാരുടെ ശല്യം കൂടുതലായതുകൊണ്ട് അവനെ ഒളിപ്പിക്കാൻ പറ്റിയ സ്ഥലം തെങ്ങിന്റെ വെള്ളയില. സത്യം പറഞ്ഞാൽ ഞങ്ങൾ വന്നത് മദ്യത്തിനല്ല, ഒരു CK മൈഥിലി. അതെ, മൈഥിലിയുടെ വീടായത്. എന്താ സാറേ കാര്യം? അപ്പൊ പുള്ളിക്കാരി വോട്ട് ചെയ്യാൻ വന്നപ്പോ പരിചയപ്പെട്ടതാണ്. സമയം കിട്ടുമ്പോ വീട്ടിലോട്ടൊക്കെ ഒന്ന് വരാൻ പറഞ്ഞു. ഞാനൊരു വെറ്റിനറി ഡോക്ടറാ. ഒരു പ്രത്യേക നാടൻ ഇനത്തിലുള്ള പട്ടിയെ ആ കുട്ടിയെ വളർത്തുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞാൻ ആ ബ്രീഡിനെ കുറിച്ചുള്ള റിസർച്ചിലാ. ഒന്നാ കുട്ടിയെ. അയ്യോ, സാറ് പറഞ്ഞതുപോലെ പട്ടികളെയല്ല, പൂച്ചകളെയാ. ആണോ? അതെന്ന് തുടങ്ങി. എന്നോട് പട്ടികൾ എന്നാണല്ലോ പറഞ്ഞത്. പൂച്ചകളെ വളർത്തുന്നത് കൊച്ചിലേ മുതലുള്ള വിനോദമാ. പാവ സ്നേഹമുള്ള കുട്ടിയാ. എന്ത് ചെയ്യാനാ, വീടും പറമ്പും വിൽപ്പനയ്ക്ക് വെച്ച് എല്ലാവരും പോയി. അയ്യോ, അപ്പൊ മൈഥിലിയോ? അവൾ ഇവിടെ ഉണ്ട്. അവക്ക് പോവാൻ പറ്റുമോ?
സാറുമാര് വന്നാട്ടെ. അതാ സാറിന്റെ അടുത്ത് വരാൻ പറഞ്ഞത്. വാ, ദേ ഇവിടെയാ അവൾ ഉറങ്ങുന്നത്. ഒന്നര വർഷം മുമ്പ് അവള് മരിച്ചുപോയി. അപ്പോ ഇലക്ഷന് വോട്ട് ചെയ്യാൻ വന്നതോ? കന്നി വോട്ടല്ലേ, അവള് വരും. ആശ തീരാതെയാ പാപം പോയത്. അതുകൊണ്ട് ആത്മാവ് അലഞ്ഞു നടക്കുക. അവൾക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചകളയാ. അതുപോലെ തന്നെ അവളുടെ മനസ്സും. ഇണങ്ങിയാ പിന്നെ പിരിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി നിങ്ങളെ അവൾ അങ്ങോട്ട് വന്ന് കണ്ടോളൂ. അതാ പതിവ്. എന്താ സാറേ? നീ കേട്ടില്ലേ? എന്താ ഇപ്പൊ കേട്ടില്ലേ? കേട്ടു. ഇത് അവൾ തന്നെയാ. നമ്മൾ എത്ര പാടുപെട്ട അവളെ വീട് കണ്ടുപിടിച്ചത്. അവൾ ഈസിയായിട്ട് നമ്മളെ കണ്ടുപിടിച്ചു. പണ്ടാരടങ്ങാൻ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് എവിടെ ഇരുന്നാണ് അവ ഈ കാലപൂച്ച കരയണത്? 12 മണിയാവുമ്പോ ഡോക്ടർ മൂത്ത് ഒഴിക്കാൻ ഇറങ്ങും. അപ്പ തലക്കടിച്ചാൽ നാളെ അവൻ ഈ നാട് വിടും, ഉറപ്പാ. ഓച്ചിറ വേലുന്റെ ബുദ്ധി അസാധ്യം. എത്ര മണിയായി? എത്ര മണിയായി? നഷ്ടപാരായി കാണും. അവക്കിറങ്ങി നടക്കാൻ പറ്റിയ സമയാ. ആ സുശീലൻ എവിടെ? അവ അടിച്ച് പിറ്റാച്ചിടന്ന് ഉറങ്ങിയിരിക്കും. കേട്ടില്ലേ? ഇത് അവള് തന്നെയാ. പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയായിരിക്കും. എന്തിന്? നമ്മൾ അവൾക്ക് യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. നമ്മളല്ല, സാറ്. പോളിംഗ് ബൂത്തിൽ വെച്ചാൽ സാറിന് അവള് നോട്ടായിട്ട് കാണും. എവിടെ? എവിടെ? ഇവന്മാർക്ക് ഇതെന്ത് പറ്റി? അവള് നിസ്സാരക്കാരിയല്ല. നാഗവല്ലിയുടെ കുഞ്ഞമ്മേരെ മോളാ. അതേത്? സാറ് വല്ലതും പറഞ്ഞ? ഇല്ല, താൻ വല്ലതും പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. സാറ് പീസ് ഊരിയ കാര്യം പറഞ്ഞു. ഞാനോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മനസ്സിലായി. എന്ത്? അവള് ചില്ലറക്കാരിയല്ല, മിമിക്രിക്കാരിയാ. സാറേ, ചന്ദ്രപ്പാ! 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 എന്തു പറ്റി? സുശീല! സുശീല! എന്താ എന്താ മനുഷ്യക്കെന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല. അയ്യോ, എന്ത് പറ്റി? നമ്മുടെ ചന്ദ്രപ്പനെ പ്രേതം പിടിച്ചു. ആണാ? അയ്യോ, എപ്പോ? സോഡ വേണോന്നാ? സോഡ കുട്ടി ലാർജ് വേണോന്നാ? ആ, മനസ്സിലായ. അവര് സംസാരിച്ചു നഷ്ടപ്പെട്ടു. അവന് ഊമയായി. എടാ തെണ്ടി, എന്റെ തലക്കിട്ട് താങ്ങിയതാണെന്ന് ഞാൻ കണ്ടതാ. വെള്ള പാവാടയും ബ്ലൗസും, പനങ്കുല പോലത്തെ മുടി, ഇരുമ്പ് പോലത്തെ കൈകളുള്ള സുന്ദരിയായ യുവതി. പ്രായം 18. മൈഥിലി. ചന്ദ്രപ്പാ! എടോ ചന്ദ്രപ്പാ! എന്താ സാറേ? കണ്ടില്ലേ, 2 ടയറും പഞ്ചറായി. ഇന്നലെ അവൾ ഈ ബൈക്കിന്റെ പുറത്തിരിക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ സംശയിച്ചതാ. സാറിന്റെ അടുത്ത് അവൾക്ക് എന്തോ അടങ്ങാത്ത പകയുണ്ട്. സാറൊരു കാര്യം ചെയ്യും, ഹോസ്പിറ്റലിലോട്ട് പൊയ്ക്കോ. വണ്ടി ഞാൻ ശരിയായി കൊണ്ടുവരാം. ഓക്കെ. അതെ സാറേ, പോകുന്ന വഴിക്ക് സൂക്ഷിക്കണേ. ചോരയും നീരും ഊറ്റി കുടിക്കുന്ന ഇനവാ. കണ്ടില്ലേ, അത് കിട്ടാതെ വന്നപ്പോ സാറിന്റെ ഏറുറിഞ്ചി കുടിച്ചത്. എങ്ങോട്ടാ പോന്നെ? പട്ടി! പോണ പട്ടിയാ? എന്താ സാറേ? ഇന്നലെ നമ്മളെ ശല്യപ്പെടുത്തിയ യക്ഷി. യക്ഷിയോ? അവള്. അയ്യോ സാറേ, ഇത് നമ്മുടെ കോറോത്ത വീട്ടിലെ. കോണോത്തെ വീട്ടിലെ മിണ്ടരുത്. എന്താണോ?